ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത് മാജിക് റിംഗ് ഇടുന്നതും പിന്നെ ഞാൻ ഇതിന് മുന്നേ ഇട്ട വീഡിയോയിലുള്ള ഒരു ഡൗട്ട് ഒന്ന് രണ്ട് പേര് ചോദിച്ചിരുന്നു. അപ്പോൾ അതുമാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമുക്കപ്പോൾ ഫസ്റ്റ് തന്നെ മാജിക് റിംഗ് എങ്ങനെ ഇടാൻ നോക്കാം. അപ്പോൾ ഞാൻ നൂലെടുത്തു, ജസ്റ്റ് വിരലിൽ ഇങ്ങനെ ചുറ്റി ക്രോസ് ചെയ്ത് വെച്ചു. ഹൂക്കെടുത്ത് ഈ ആണിങ്ങനെ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് ഈ നൂല് നമ്മൾ എടുത്ത് ഈ ആണിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് കൊണ്ടുവരാം. നമ്മളവിടെ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടു. മാജിക് റിങ്ങും റെഡിയായി. നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടു. ഇതാണ് മാജിക് റിംഗ് ഉണ്ടല്ലോ. നമ്മളിതിലേക്ക് ഈ മാജിക് റിങ്ങിലേക്ക് ഞാനിവിടെ ഇപ്പോൾ സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് പാറ്റേൺ എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ച് സിംഗിൾ ക്രോഷേ, ഡബിൾ ക്രോഷേ, ഹാഫ് ഡബിൾ ക്രോഷേ ഒക്കെ ചെയ്യാം. ഇപ്പം ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് സിംഗിൾ ക്രോഷയാണ് ഈ മാജിക് റിങ്ങിലേക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സിംഗിൾ ക്രോഷേൻ്റെ ചെയിൻ 1 ഇട്ടു. എന്നിട്ട് സിംഗിൾ ക്രോഷേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ ഇട്ടു, ഹൂക്ക് എടുത്തു, 2 ലൂപ്പ് കിട്ടി, സിംഗിൾ ക്രോഷേ ചെയ്തു. സിംഗിൾ ക്രോഷേ ചെയ്യാറിയാത്തവർ ഞാൻ ചെയ്ത ഫസ്റ്റ് വീഡിയോസ് കാണാം. ഞാൻ ഇങ്ങനെ സിംഗിൾ ക്രോഷേ ഇതിൽ ചെയ്യാണ്. ഞാൻ 6 സിംഗിൾ ക്രോഷേ ഇതിലിട്ടിട്ടുണ്ട്. 6 എണ്ണമായിട്ടുണ്ട്. 1 2 3 4 5 6 6 സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി നമുക്ക് ഈ നൂല് ജസ്റ്റ് അതുപോലെ വലിച്ചു കൊടുക്കാം. വലിച്ചു കഴിഞ്ഞാൽ ഇതാ ചെറിയൊരു റൗണ്ടായിട്ട് കിട്ടും. എന്നിട്ട് നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ 6ാമത്തെ നമ്മൾ ഫസ്റ്റ് ഇട്ട സിംഗിൾ ക്രോഷയിലേക്ക് 1 2 3 4 5 6 ഇതാണ് നമ്മൾ ഫസ്റ്റ് ഇട്ട സിംഗിൾ ക്രോഷേ. അതിലേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഒന്നും കൂടി നൂല് നല്ലോണം പിടിച്ച് ടൈറ്റാക്കി വലിക്കുക. അപ്പം നമുക്ക് ചെറിയൊരു റിങ് കിട്ടി. ചെറിയൊരു ബട്ടൺ പോലെ നമുക്ക് കിട്ടി. അപ്പോൾ ഇതാണ് മാജിക് റിങ് ഇട്ടിട്ട് റൗണ്ട് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ചെയിൻസ് ഇട്ട് ചെയ്യാം. പക്ഷേ ചെയിൻസ് ഇട്ട് ചെയ്യുമ്പോൾ നടുവിൽ ഇവിടെ നല്ലൊരു വലിയ ഹോൾ ചിലതിൽ വരും. ഇതിന് അത്ര വലിയ ഹോൾ ഉണ്ടാവില്ല. നല്ലപോലെ വലിച്ച് ടൈറ്റാക്കി കഴിഞ്ഞാൽ അത് ടൈറ്റായിട്ട് അല്ല. അപ്പോൾ ഫ്ലവറൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ മാജിക് റിങ് ഇട്ടിട്ട് ആണ് ഇങ്ങനെ ഫ്ലവർ ചെയ്യുക. അപ്പോൾ ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. ഫ്രണ്ട് പോസ്റ്റിൻ്റെയും ബാക്ക് പോസ്റ്റിൻ്റെയും ഡൗട്ട് 1-2 ആൾക്കാരിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് രണ്ടും സെയിം സ്റ്റിച്ചല്ലേ, മനസ്സിലായില്ല, അതെന്താ ചെയ്തതെന്നൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാനിവിടെ ചെയ്തത് ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഈ സ്റ്റിച്ചുകൾ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നിൽക്കുന്നുണ്ട്. ഇത് ബാക്കിലേക്ക് സാധാ പോലെ നിൽക്കുന്നു. ഇത് ഫ്രണ്ടിലേക്ക് അങ്ങനെ ആയിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രണ്ട് പോസ്റ്റും ബാക്ക് പോസ്റ്റും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രണ്ട് പോസ്റ്റും ബാക്ക് പോസ്റ്റും ചെയ്യുന്നത്. അപ്പോൾ ഞാനിതെങ്ങനെ ചെയ്യണമെന്നൊന്ന് കാണിക്കാം. ഞാനിവിടെ ചെയിൻ 2 ചെയിൻ ഇട്ടുണ്ട്. ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തുകൊണ്ട് തന്നെ 2 ചെയിൻ ഇട്ട് ടേൺ ചെയ്തു. അപ്പോൾ ഇതൊരു സ്റ്റിച്ചായി. അപ്പോൾ ഇനി ഈ സ്റ്റിച്ച് നമ്മൾ ഫ്രണ്ട് പോസ്റ്റ് ചെയ്യും. ഈ ഓവർ ചെയ്ത് ഫ്രണ്ടിലൂടെ ഇട്ട് ജസ്റ്റ് നമ്മൾ ചെയ്തു. ഇനി ഞാൻ അടുത്ത സ്റ്റിച്ച് ചെയ്യുന്നത് സെയിം സ്റ്റിച്ച് കൂടെ തന്നെ നോർമൽ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഫ്രണ്ട് പോസ്റ്റ് ഒന്നുമല്ല, സാധാ നോർമൽ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കി നിൽക്കുകയാണ്. ഈ സ്റ്റിച്ചിൽ ഇപ്പോൾ നമ്മൾ ചെയ്തു. അടുത്തത് ഈ സ്റ്റിച്ചിലേക്ക് ഞാൻ സാധാ നോർമൽ ഹാഫ് ഡബിൾ ക്രോഷേ അങ്ങനെ സ്റ്റിച്ച് കൂടെ തന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു. വീണ്ടും അടുത്തത് ഈ പോസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഫ്രണ്ട് പോസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു. വീണ്ടും നോർമൽ ചെയ്തു, ഫ്രണ്ട് പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ
നമ്മൾ ഈ ഒരു റോ ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യും. ഇവിടെ നോർമൽ, പിന്നെ ഫ്രണ്ട് പോസ്റ്റ്, നോർമൽ, ഫ്രണ്ട് പോസ്റ്റ്. ഈ ഒരു റോ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് റോ എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ടേൺ ചെയ്യാം. നമ്മൾ 2 സ്റ്റിച്ച് കൊടുത്തു, ടേൺ ചെയ്തു. എന്നിട്ട് നമ്മൾ ചെയ്യുമ്പം ഈ സ്റ്റിച്ച് നമ്മൾ ഫ്രണ്ട് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് നേരെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അങ്ങനെയല്ല വേണ്ട, നമുക്ക് ഇത് ഇങ്ങനെ ഫ്രണ്ടിലേക്കാണ് പൊങ്ങി നിൽക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് ബാക്ക് പോസ്റ്റാണ്. അതായത് നമ്മൾ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് നമ്മൾ ബാക്ക് പോസ്റ്റ്. ഇതിപ്പോൾ നോർമൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് ഈ 2 ചെയിൻ ഇവിടെ കൗണ്ട് ചെയ്യുന്നത്. പിന്നെ ഇനി ബാക്ക് പോസ്റ്റ്, അതായത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇട്ട് ബാക്ക് പോസ്റ്റ് ചെയ്തു. ഇപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തിനാണ് ഫ്രണ്ട് പോസ്റ്റും ബാക്ക് പോസ്റ്റും എന്നുള്ളത്. ഇത് ഞാൻ നോർമൽ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു, വീണ്ടും ബാക്ക് പോസ്റ്റ്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ബാക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനിതാ ബാക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നോർമൽ, ഇനി അടുത്തത് ബാക്ക് പോസ്റ്റ്. അപ്പോൾ ബാക്ക് പോസ്റ്റ് ചെയ്യുമ്പോഴേ ആ സ്റ്റിച്ചുകൾ ഇങ്ങനെ മുമ്പിലേക്ക് ബൾജ് ചെയ്ത് നിൽക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്തത് നോർമൽ സ്റ്റിച്ച് ചെയ്യുക, നോർമൽ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക, വീണ്ടും ബാക്ക് പോസ്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എല്ലാവർക്കും ഫ്രണ്ട് പോസ്റ്റും ബാക്ക് പോസ്റ്റും എങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. അത് ആ സ്റ്റിച്ചുകൾ എന്തിനുള്ളതെന്നും രണ്ടും ഡിഫറൻസ് ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായെന്നായിരിക്കുന്നു. 1-2 ആൾക്കാർ എന്നോട് ചോദിച്ചു അതിൻ്റെ സ്റ്റിച്ച് രണ്ടും സെയിം അല്ലേന്ന്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഈ വീഡിയോയിൽ ഒന്നും കൂടി കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതും പിന്നെ നമ്മുടെ മാജിക് റിങ് ഇട്ടിട്ടുള്ള സർക്കിൾ റൗണ്ട് ചെയ്യുന്നതും എങ്ങനെയാണെന്നുള്ള എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പാറ്റേൺ റീഡിംഗ് ആണ് പറയുന്നത്. അതായത് ഡയഗ്രാം പാറ്റേണും റിട്ടേൺ പാറ്റേണും എങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ ഒരു പാറ്റേൺ നമുക്ക് കിട്ടിയാൽ അതെങ്ങനെ നമ്മൾ ചെയ്യും എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പം ഏകദേശം കുറേ സ്റ്റിച്ചസുകൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചുകൾ ഫുൾ കഴിഞ്ഞു. ഇനിയും കുറേ 2-3 സ്റ്റിച്ചുകളുണ്ട്. അതൊക്കെ ഇനി നമുക്ക് ഓരോ വർക്കുകൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പഠിപ്പിച്ചു തരാം. ഇനി പഫ് സ്റ്റിച്ച്, ബബിൾ സ്റ്റിച്ച്, അങ്ങനെ പറഞ്ഞിട്ട് കുറേ സ്റ്റിച്ചുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് ഓരോ വീഡിയോയിൽ ഓരോ സ്റ്റിച്ചുകളായിട്ട് നമുക്ക് പഠിക്കാം ഓരോ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ. ഇനി അടുത്ത വീഡിയോസിലുകൾ നമുക്ക് പാറ്റേൺസ് പഠിക്കാം. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ FB പേജിലോ ഇൻസ്റ്റാഗ്രാം പേജിലോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലും നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.